ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വളരെ അടുത്തുള്ള ക്ഷേത്രത്തിലൊന്ന് പോയതാണ്. ഭദ്രകാളി ക്ഷേത്രമാണ്. കൊറ്റനാട് പ്രണമലക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മയുടെ ഉത്രട്ടാതി മഹോത്സവം നടക്കുകയാണ്. 5 ദിവസത്തെ ഉത്സവമാണിവിടെ. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും രാവിലെ 8:15-നും വൈകിട്ട് 5 മണിക്കും പറയും അൻപൊലി സമർപ്പണമുണ്ട്. അതിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് അൻപൊലി സമർപ്പിക്കുവാൻ കൂടിയാണ് ഞങ്ങൾ പോയത്. പണ്ടേ കാലത്ത് എല്ലാവരും വീടുകളിലാണ് അൻപൊലി തയ്യാറാക്കിയിരുന്നത്. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും വന്ന് പറയും അൻപൊലിയൊന്നും എടുക്കാറില്ല. ഏറെക്കാലമായിട്ട് എല്ലാവരും ഇവിടെ വന്ന് അമ്മയ്ക്ക് പറയും അൻപൊലിയൊക്കെ സമർപ്പിക്കുകയാണ്. ചേട്ടൻ അൻപൊലിയൊക്കെ നേരത്തെ തന്നെ അങ്ങ് പോയതാണ്. കൂടുതൽ ആളുകളൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ തിരക്കാവും. ഇത്തവണ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 1001 അൻപൊലി സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. കൂടുതൽ ആളുകളെത്തുമ്പോൾ തിരക്ക് കുറയ്ക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ആനക്കൊട്ടിലിൽ 5 ഇടങ്ങളിലായിട്ട് പറയും അൻപൊലിയും ഒക്കെ ചെയ്യാനായിട്ട് സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പറയും അൻപൊലിയും ഒക്കെ സമർപ്പണത്തിനായിട്ട് ഗംഗയും യമുനയും സരസ്വതിയും പമ്പയും നിളയും ഒക്കെ ആയിട്ട് ഏരിയ തിരിച്ച് സൗകര്യം ഒരുക്കിയിരുന്നു. എല്ലാം പുണ്യനദികളുടെ പേരിൽ തന്നെയായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമല്ലിത്. ഇവിടുത്തെ നിത്യാദി പൂജകളും അതുപോലെ ഇവിടുത്തെ ഉത്സവവും എല്ലാം വളരെ വിജയപ്രദമായിട്ട് നടത്തുവാനും നാട്ടുകാരുടെ നല്ല സാന്നിധ്യവും സഹകരണവും ഒക്കെ ഉണ്ട്. കുംഭമാസത്തിലാണ് അമ്മയുടെ ഉത്രട്ടാതി മഹോത്സവം വരുന്നത്. ഇപ്രാവശ്യം ഫെബ്രുവരി 16-ന് ആരംഭിച്ച് ഫെബ്രുവരി 20-നാണ് സമാപിക്കുന്നത്. അമ്മയുടെ തിരുനാൾ ദിവസമായ 20-ാം തീയതി ഇവിടെ ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യയൊക്കെ ഉണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാചാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ദിവസേന. 20-ാം തീയതി നവകവും ശ്രീഭൂതബലിയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ത്രിവിക്രമൻ വാസുദേവൻ നമ്പൂതിരിയുടെയും അതുപോലെ ക്ഷേത്രം മേൽശാന്തി ശ്രീ വൈകാമഠം ബ്രഹ്മശ്രീ പ്രദീപ് നാരായണൻ പൊറ്റിയുടെയും നേതൃത്വത്തിലാണ് നടക്കുന്നത്. തികച്ചും ഗ്രാമീണമായ ഒരു ചുറ്റുപാടുള്ള ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷവും സമാധാനവുമാണ്. നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു വലിയ കാവും ഈ ക്ഷേത്രത്തോട് ചേർന്നുണ്ട്. ശ്രീമദ് ഭാഗവത പാരായണം നടക്കുന്നുണ്ട്. 20-ാം തീയതി വെളുപ്പിന് ഒരു 3 മണിയോടെ വിളക്കെഴുന്നള്ളത്തോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. സർവാഭീഷ്ട വരദായിനിയായ കൊറ്റനാട് പ്രണമലക്കാവ് ശ്രീ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.